ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമുക്ക് ഈ ഒരു സ്പാം കോൾ വരുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം പരിപാടിക്ക് നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ കുറേ അധികം സ്പാം കോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ സെറ്റിംഗ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് പറയുന്നത് ട്രൂ കോളറാണ്. പക്ഷേ ട്രൂ കോളർ ഇപ്പോൾ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ട്രൂ കോളർ ഫ്രീ ആയിരുന്നു, നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ട്രൂ കോളർ അത്ര അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഫോണിൻ്റെ തന്നെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡയലർ എടുക്കുക, നമ്മൾ വിളിക്കാൻ യൂസ് ചെയ്യുന്ന ഡയലർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് തന്നെ കോളർ ഐ ഡി അതിൻ്റെ സ്പാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 ഓപ്ഷൻ ഉണ്ടാവും. അതായത് സി കോളർ ഐ ഡി ആൻഡ് സ്പാം ഐ ഡി, അതുപോലെ ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ളത്. അതിൽ ഫിൽറ്റർ സ്പാം കോൾസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ടാവും പ്രിവെൻറ്റ് സസ്പെക്റ്റഡ് സ്പാം കോൾസ് ഫ്രം ഡിസ്റ്റർബിങ് യു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എന്തായാലും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 2 ആപ്ലിക്കേഷൻസും കൂടെ നോക്കാം ഇതിന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാരി ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓൺ ആക്കിയിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇത് നമ്മൾ മുകളിലായിട്ട് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ഓൾ റിപ്പോർട്ടഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഓൾറെഡി റിപ്പോർട്ട് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ ഇപ്പോൾ ഇതിൽ ഡൗൺലോഡ് ആവും. അതുപോലെ ഡൗൺലോഡ് ഹൈ കോൺഫിഡൻസ് നമ്പേഴ്സ് എന്നുള്ള അതും നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് സൈലൻസ് വെരിഫിക്കേഷൻ അൺസൈൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് വെരിഫിക്കേഷൻ അൺസൈൻഡ് അതും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക, ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്രയും സംഭവങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പാം കോൾസോ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതേപോലെ അനാവശ്യമായിട്ടുള്ള സ്പാം കോൾസ് കാര്യങ്ങളൊന്നും വരാണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനലിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പാം ബ്ലോക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ മുകളിൽ നമ്മൾ എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേ അധികം ഓപ്ഷൻസ് വരും. ഇവിടെ നിങ്ങളുടെ കോൺടാക്റ്റ്, ഡാറ്റാബേസ്, റിപ്പീറ്റഡ് കോള്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കസ്റ്റം ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോൾസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കോൺടാക്റ്റിൽ ഇല്ലവർ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്റ്റ് ഇത് കണ്ടില്ലേ, ഇത് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവർ മാത്രം നിങ്ങളെ വിളിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡാറ്റാബേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. റിപ്പീറ്റഡ് കോൾസ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഡയൽഡ് നമ്പേഴ്സ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കുറച്ചധികം പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോളും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് ടൈം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ എൻ്റയർ ഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കാര്യങ്ങൾ, അതായത് ഇത്ര ടൈമിലേക്ക് കോളൊന്നും വരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിപ്പം റിജക്റ്റ്, സൈലൻസ്, ആൻസർ പ്ലസ് ഹാങ് അപ്പ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സെറ്റിങ്സ് എന്തിനെക്കുറിച്ച്, അതായത് എന്താണ് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയൽഡ് നമ്പേഴ്സ് കണ്ടോ, അതിൻ്റെ ഇപ്പറായിട്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എന്താണ് സംഭവം എന്നുള്ളത് ഇത് ഇവിടുന്ന് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ ഓരോ സെറ്റിങ്സും വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലോങ് ആയി പോകും. സോ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ നോക്കിയിട്ട് ഇത് യൂസ് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ മെസ്സേജ് റൂൾസ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ എൻ്റെ ടെലഗ്രാമിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ സെറ്റിങ്സ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.